പ്രീത, ഇന്ത്യക്കിപ്പോൾ പുതിയ രണ്ട് ശത്രുക്കൾ, രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അതൊന്ന് തുർക്കിയും മറ്റൊന്ന് അസർബൈജാനും. അതെ, എന്താ പറയാനുള്ളത്? അതിനുള്ള തിരിച്ചടി ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു ചേട്ടാ. രണ്ടുപേരും പാകിസ്ഥാനാണ് പിന്തുണ നൽകിയത്. പാകിസ്ഥാൻ സ്നേഹികളാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ചെറുതായിട്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ എന്തായാലും ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യക്ക് നല്ല രീതിയിൽ തന്നെ തുർക്കിയുമായിട്ടും അസർബൈജാനുമായിട്ടും വ്യാപാര ബന്ധങ്ങൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ വ്യാപാര ബന്ധങ്ങളെല്ലാം തന്നെ ആളുകൾ പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളും അതൊക്കെ സ്ഥലമാണ്. തുർക്കി അസർബൈജാനിലൊക്കെ ഒരുപാട് യാത്രകൾ. എനിക്ക് തോന്നുന്നു തുർക്കിയെ അപേക്ഷിച്ച് അസർബൈജാനിലേക്കാണ് ടൂറിസ്റ്റുകൾ അതെ പോകുന്നത്. അത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ചർച്ച അനുസരിച്ചിട്ടാണെങ്കിൽ 103% വർധനയാണ് ടൂറിസം മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് അസർബൈജാനിൽ പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 103% വർധന ഇന്ത്യ നൈസായിട്ട് അങ്ങ് പിൻവലിക്കുന്നു. അത്രയും വരുമാനം പോയി. അപ്പോൾ അതിനിടയിൽ തുർക്കിയിൽ നിന്ന് ആപ്പിൾ വേണ്ട എന്ന് വ്യാപാരികൾ തീരുമാനിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് ഭീഷണിയും വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യക്കാർക്ക് വ്യാപാരികൾക്കൊക്കെ ഭീഷണിയും വരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് പള്ളക്ക് അടിച്ചു തുടങ്ങി, നൊന്ത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് വയറ്റത്തടിച്ചു തുടങ്ങി. അത് ചെറുതൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെയാണ്. അതായത് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് തുർക്കി. തുർക്കിക്ക് അങ്ങനെയുണ്ട്. അപ്പോ 73 ഈ രണ്ട് അതായത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറൊക്കെ 1973 ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ ഇങ്ങ് വരുമ്പോഴേക്കും ഇവർക്ക് നമുക്ക് 2022-23 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം 28.99% വർദ്ധിക്കുന്നുണ്ട്. 22-23 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $13.8 ബില്യൺ ആയിരുന്നു. അത് 24 വരുമ്പോൾ $10.4 ബില്യൺ ആയി. അതേസമയം തന്നെ തുർക്കി ഇന്ത്യയിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2000 ഏപ്രിൽ മുതൽ 2023 ഡിസംബർ വരെ മൊത്തം FDI $227.5 മില്യൺ ആണ്. അത്തരത്തിൽ അതുപോലെ 24 സാമ്പത്തിക വർഷത്തില് വ്യാപാരത്തിൽ ഇടിവ് സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഇടിവ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കൂട്ടാം. വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വ്യാപാരം നടത്തുമ്പോൾ ചില സമയങ്ങളിൽ അത് വ്യാപാരത്തിന്റെ തോത് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്നത് എല്ലായിടത്തും ഉള്ളതാണ്, സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നുണ്ട്. തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മിനറൽ ഓയിലുകളും മിനറൽ ഇന്ധനങ്ങൾ, യന്ത്രങ്ങൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, ഓർഗാനിക് രാസവസ്തുക്കൾ, ചായങ്ങൾ, മനുഷ്യനിർമ്മിത നാരുകൾ, കോട്ടൺ നൂല്, കോട്ടൺ തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ്. തുർക്കിയുടെ ഇന്ത്യയിലേക്കുള്ള, അതായത് തുർക്കി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് യന്ത്രസാമഗ്രികളും പ്ലാസ്റ്റിക് വസ്തുക്കളും, ഇരുമ്പ് നിർമ്മാണ വസ്തുക്കൾ, എണ്ണക്കുരുക്കൾ, ലോഹ അയിരുകൾ, വിലയേറിയ കല്ലുകൾ, ആപ്പിൾ തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം അതായത് ഒരു സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു വ്യാപാര നിയന്ത്രണം ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ അതായത് ഇന്ത്യക്കാരായിട്ടുള്ളവർ സ്വമേധയെ എടുത്ത ഒരു തീരുമാനം കൂടി ആണ് ഈ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സർക്കാർ പറഞ്ഞതല്ല, ജനങ്ങൾ സ്വയം തീരുമാനിച്ചത്. കാരണം ഈ ദേശീയ ബോധമുണ്ടല്ലോ, അതുകൊണ്ട് അതും ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ ദോസ്ത് പോലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കെ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടും കാണിച്ച ഈ ഒരു കാര്യം. അതെ, ഏറ്റവും അവസാനം ഇതെല്ലാം വരുന്നത് ഏറ്റവും ഒടുവിൽ പോലും എർദോഗൻ പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ബോയ്ക്കോട്ട് വരുന്നത്. നിലകൊണ്ടു എന്നുള്ളത് പോട്ടെ, ഈ വിഷയങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോൾ പോലും
തുർക്കി പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. അതെ, അതാണ് നമ്മൾ ഓരോ ഭാരതീയനെയും, ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്ന ഭാരതീയനെ പ്രകോപിപ്പിച്ചതും ടൂറിസ്റ്റുകളെ പ്രകോപിപ്പിച്ചതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകേണ്ട തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിമാനയാത്രകളൊക്കെ റദ്ദ് ചെയ്യുന്നു, ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്യുന്നു, നിർത്തുന്നു. അതെ, എല്ലാം. ഈ അതുപോലെ വിനോദസഞ്ചാരികളാണെങ്കിലും 2024 3.31 ലക്ഷം ഇന്ത്യൻ പൗരന്മാരാണ് തുർക്കി സന്ദർശിച്ചത്. 2023 ഇത് 2.74 ലക്ഷമായിരുന്നു. ഇത് 21% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള തുർക്കിയാണ് ഇപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്തേക്ക് വരുന്നത്. പൂർണ്ണമായിട്ടും മറ്റൊരു കാര്യം കൊണ്ടുമല്ല, പിടിച്ചു വാങ്ങിയതാണ്, ഉറപ്പായിട്ടും പിടിച്ചു വാങ്ങിയതാണ്. അത് നമുക്ക് അവരുടെ നിലപാടുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് അസർബൈജാനും. ഈ അസർബൈജാനിൽ അവിടെയുള്ള ബാക്കു എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അതേഷ്ഗാഹ് എന്ന് പറയുന്ന ഒരു അഗ്നിക്ഷേത്രമുണ്ട്. ഇത് ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള പുരാതനമായിട്ടുള്ള ചരിത്രബന്ധങ്ങളുടെ ഒരു സാംസ്കാരിക കൈമാറ്റങ്ങളിലേക്ക് ഉത്തമ ഉദാഹരണമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയുടെ ബന്ധം പ്രധാനപ്പെട്ട ചില വ്യക്തികൾ വഴിയാണ്. രവീന്ദ്രനാഥ ടാഗോർ, മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നിവരൊക്കെയും ഈ അസർബൈജാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ അസർബൈജാനിൽ നിലവിൽ ഈ ഇറ്റലി, തുർക്കി, റഷ്യ, ചൈന, ജർമ്മനി, ഇസ്രയേൽ എന്നിവയ്ക്കൊപ്പം അസർബൈജാന്റെ 7ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏറ്റവും പിറകിലേക്ക് പോയിട്ടില്ല, 7ാമത്തെ വ്യാപാര പങ്കാളിയാണ് എന്നുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകളൊക്കെ പ്രകാരം 2023 $1.435 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. $5 ബില്യൺ. അതെ, അതിന്റെ ഉഭയകക്ഷി വ്യാപാരം നടന്നിരിക്കുന്നത്. അതെ, അതായത് 2005 $50 മില്യൺ ആയിരുന്ന ഉഭയകക്ഷി വ്യാപാരമാണ് 2023 $1.435 ബില്യൺ ഉയർന്നത്. അപ്പോൾ ഇന്ത്യ $1.235 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതേസമയം $201 മില്യൺ ഉൽപ്പന്നങ്ങൾ അസർബൈജാനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് അരി, സ്മാർട്ട് ഫോൺ, അലൂമിനിയത്തിന്റെ ഓക്സൈഡുകൾ, മരുന്നുകൾ, മൊബൈൽ ഫോണുകൾ, സെറാമിക് ടൈലുകൾ, പേവിങ്, ഗ്രാനൈറ്റ്, മെക്കാനിക്കൽ സ്പേഡുകൾ, എക്സ്കവേറ്ററുകൾ, കന്നുകാലികളുടെ മാംസം, വാക്സിനുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അസംസ്കൃത എണ്ണ കയറ്റി അയക്കുന്നുണ്ട്. അത് ഇറക്കുമതി ചെയ്യുന്നത് അസംസ്കൃത എണ്ണ, യൂറിയ, അയഡിൻ, അസംസ്കൃത പട്ട്, കന്നുകാലികളുടെ തൊലികൾ, അതൊക്കെ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഈ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളും വ്യാപാര ബന്ധം നിലനിൽക്കെ തന്നെ നമുക്ക് ശത്രുക്കളായി മാറുന്നത്. തീർച്ചയായിട്ടും നമ്മളത് പ്രഖ്യാപിത ശത്രു എന്ന് പ്രഖ്യാപിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ സ്വമേധയെ എടുക്കുന്നതാണ്. അപ്പോ ഈ പറയുന്ന ഇത്രയും വ്യാപാര കയറ്റുമതി ഇറക്കുമതി സാധ്യതകളൊക്കെ അവിടെ തള്ളിപ്പോവുകയാണ്. ഒന്നുകൂടെ പ്രധാന എണ്ണ കയറ്റുമതിക്കാരിൽ ഒരാളാണ് അസർബൈജാൻ. വിതരണക്കാരിൽ ഒരാളാണ് അസർബൈജാൻ. അസർബൈജാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി അസംസ്കൃത എണ്ണയാണ്. അതായത് ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം മുൻനിർത്തിയിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം നമ്മളോട് പല വിലപേശലുകൾക്കൊക്കെ വരാൻ സാധ്യത. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അത് പറയുന്നത് ചെയ്തു തരണം. അതെ, അത് നടക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാൻഡാണ് അത്. ആഗോളതലത്തിൽ ഇന്ത്യ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടുന്നത് അതൊക്കെ കൂടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ കൃത്യമായ നിലപാട് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കുന്നതിനൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് പോലും മുമ്പ് നമ്മുടെ ആളുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് തന്നെ അവർ മാറി നിൽക്കുമ്പോൾ അത് ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് എന്നുള്ള ദേശീയതാബോധം തന്നെയാണ് നമ്മളെല്ലാം എവിടെയായാലും നിലയുറപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ്.